ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 48. ചരിത്രത്തെ നയിക്കുന്നവൻ. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നവനും യൂദായിൽ നിന്ന് ഉത്ഭവിച്ചവനുമായ യാക്കോബ് ഭവനമേ കേൾക്കുക. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ ദൈവത്തെ ഏറ്റുപറയുന്നു. എന്നാൽ അത് സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടെയല്ല. നിങ്ങൾ വിശുദ്ധ നഗരത്തിൻ്റെ ജനം എന്ന് അഭിമാനിക്കുന്നു, ഇസ്രായേലിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. കഴിഞ്ഞ കാര്യങ്ങൾ വളരെ മുൻപേ ഞാൻ പ്രസ്താവിച്ചിരുന്നു. അവ എൻ്റെ അധരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ അറിഞ്ഞു. ഞാൻ അവയെ വെളിപ്പെടുത്തി. ഉടൻ തന്നെ ഞാൻ പ്രവർത്തിച്ചു, അവ സംഭവിക്കുകയും ചെയ്തു. കാരണം നീ ദുശാഠ്യകാരനും നിന്റെ കഴുത്ത് ഇരുമ്പ് പോലെ വഴക്കമില്ലാത്തതും നിന്റെ നെറ്റി പിത്തള പോലെ കഠിനവും ആണെന്ന് ഞാൻ അറിയുന്നു. നിന്റെ വിഗ്രഹമാണ് അത് ചെയ്തത്. നിന്റെ കൊത്തു വിഗ്രഹങ്ങളും വാർപ്പ് ബിംബങ്ങളുമാണ് അവ കൽപ്പിച്ചത് എന്ന് നീ പറയാതിരിക്കേണ്ടതിന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. സംഭവിക്കുന്നതിന് മുൻപേ ഞാൻ പ്രസ്താവിച്ചു. നീ കേട്ടുകഴിഞ്ഞു, ഇനി കാണുക. നീ അത് പ്രഘോഷിക്കുകയില്ലേ? ഇന്നു മുതൽ ഞാൻ നിന്നെ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കും. നിനക്ക് അജ്ഞാതമായ നിഗൂഢ കാര്യങ്ങൾ തന്നെ. എനിക്ക് അത് അറിയാമായിരുന്നു എന്ന് നീ പറയാതിരിക്കേണ്ടതിന് അവയെ വളരെ നാൾ മുൻപല്ല, ഇപ്പോൾ സൃഷ്ടിച്ചതാണ്. നിങ്ങൾ അവയെപ്പറ്റി കേട്ടിട്ടില്ല. നീ ഒരിക്കലും കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. പണ്ട് മുതലേ നിന്റെ കാത് അടഞ്ഞാണ് ഇരുന്നത്. നീ വഞ്ചന കാണിക്കുമെന്നും ജനനം മുതലേ കലഹക്കാരനായി അറിയപ്പെടുമെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. എൻ്റെ നാമത്തെ പ്രതി ഞാൻ കോപം അടക്കി. എൻ്റെ മഹിമയ്ക്കായി നിന്നെ വിച്ഛേദിക്കാതെ ഞാൻ അത് നിയന്ത്രിച്ചു. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു. എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. യാക്കോബേ, ഞാൻ വിളിച്ച ഇസ്രായേലെ, എൻ്റെ വാക്ക് കേൾക്കുക. ഞാൻ അവനാണ്, ആദിയും അന്തവുമായവൻ. എൻ്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലത് കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവ എൻ്റെ മുൻപിൽ ഒന്നിച്ച് അണിനിരക്കുന്നു. നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുവിൻ. അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത്? കർത്താവ് സ്നേഹിക്കുന്ന അവൻ ബാബിലോണിനെക്കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കും. അവൻ്റെ കരങ്ങൾ കൽദായർക്ക് എതിരെ ഉയരും. ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത്, അവനെ വിളിച്ചത്. ഞാൻ അവനെ കൊണ്ടുവന്നു. അവൻ തൻ്റെ മാർഗത്തിൽ മുന്നേറും. എൻ്റെ സമീപം വന്ന് ഇത് കേൾക്കുക. ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത്. ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാനുണ്ട്. ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു. നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു. അവരുടെ നാമം എൻ്റെ മുൻപിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു. ബാബിലോണിൽ നിന്ന് പുറപ്പെടുക, കൽദായയിൽ നിന്ന് പലായനം ചെയ്യുക. ആനന്ദഘോഷത്തോടെ ഇത് പ്രഖ്യാപിക്കുക, പ്രഘോഷിക്കുക. കർത്താവ് തൻ്റെ ദാസനായ യാക്കോബിനെ രക്ഷിച്ചുവെന്ന് ഭൂമിയുടെ അതിർത്തികൾ വരെയും വിളിച്ചറിയിക്കുക. അവിടുന്ന് മരുഭൂമിയിലൂടെ അവരെ നയിച്ചപ്പോൾ അവർക്ക് ദാഹിച്ചില്ല. അവർക്കായി അവിടുന്ന് പാറയിൽ നിന്ന് ജലം ഒഴുക്കി. അവിടുന്ന് പാറയിൽ അടിച്ചു, ജലം പ്രവഹിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. പ്രിയ ദൈവജനമേ, ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ കഠിനമായ കാലഘട്ടത്തിൽ തളർന്നുപോയ ഇസ്രായേൽ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ 48 അധ്യായം തുറക്കുന്നത്. യാക്കോബിൻ്റെ ഭവനമേ എന്ന് വിളിച്ചുകൊണ്ട് വെറും പുറമേ മാത്രം ദൈവത്തെ മുറുകെ പിടിക്കുകയും എന്നാൽ ഹൃദയം കൊണ്ട് അകന്നു നിൽക്കുകയും ചെയ്യുന്ന ജനത്തിൻ്റെ കപടതയെ ദൈവം ഇവിടെ തുറന്നു കാട്ടുന്നുണ്ട്. അസീറിയൻ ഭീഷണിക്ക് ശേഷം ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ട ജനത തങ്ങളുടെ പാപത്തിൻ്റെ ഫലമായാണ് ഈ ദുരിതം അനുഭവിക്കുന്നതെന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ കടുപ്പമേറിയ കഴുത്തും വെങ്കലമായ നെറ്റിയും അവരുടെ കടുത്ത അനുസരണക്കേടിനെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി അവരെ പൂർണ്ണമായി നശിപ്പിക്കാതെ കർത്താവ് കരുതി വയ്ക്കുന്നു. അന്ന് ബാബിലോണിൽ നിന്ന് പുറത്തു വരാൻ ദൈവം ഒരുക്കിയ വഴികൾ ഇന്നും നമ്മുടെ ജീവിതത്തിലെ തടവറകളിൽ നിന്നുള്ള മോചനത്തിൻ്റെ സൂചനയാണ്. ദൈവത്തിൻ്റെ
അനാദിയായ പദ്ധതികളും അവിടുത്തെ പരമാധികാരവും വെളിപ്പെടുത്തുന്ന വളരെ മനോഹരമായ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഈ അധ്യായത്തിനുള്ളത്. ഈ അധ്യായത്തിൻ്റെ പ്രധാന സന്ദേശം ദൈവത്തിൻ്റെ വിശ്വസ്തതയും മനുഷ്യൻ്റെ അവിശ്വസ്തതയും തമ്മിലുള്ള സംഘർഷമാണ്. വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് താനാണ് ഏക സത്യദൈവമെന്ന കർത്താവ് ഇവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. സ്വർണത്തെ തീയിൽ ശുദ്ധി ചെയ്യുന്നത് പോലെ കഷ്ടതയുടെ ഉലയിൽ ഇസ്രായേലിനെ ശുദ്ധീകരിക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. പ്രവാചകനായ യെശയ്യാ അതീവ ധൈര്യത്തോടും ദൈവത്തോടുള്ള ഗാഢമായ ബന്ധത്തോടും കൂടിയാണ് ഈ മുന്നറിയിപ്പുകൾ ജനത്തിന് നൽകുന്നത്. തൻ്റെ വചനം കേട്ടിരുന്നെങ്കിൽ അവരുടെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു എന്ന ദൈവത്തിൻ്റെ പരിദേവനം പ്രവാചകൻ്റെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. ശിക്ഷാവിധി വെറുമൊരു ശിക്ഷയല്ല, മറിച്ച് മാനസാന്തരത്തിലേക്കുള്ള ഒരു വിളിയാണെന്ന് യെശയ്യാ ഈ വചനങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തവർക്ക് സമാധാനം ഇല്ലെന്ന വലിയ സത്യം ഈ അധ്യായം ഉറപ്പിച്ചു പറയുന്നു. ഇന്നത്തെ ആധുനിക ലോകത്ത് ജീവിക്കുന്ന വിശ്വാസികൾക്ക് ഈ വചനം വലിയ പാഠങ്ങളാണ് നൽകുന്നത്. നമ്മൾ പലപ്പോഴും പുറമേ ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുമ്പോഴും ഹൃദയം കൊണ്ട് ലോകത്തിൻ്റെ ആഡംബരങ്ങൾക്ക് പിന്നാലെ പോകാറുണ്ട്. അനീതിക്കും പാപത്തിനുമെതിരെയുള്ള ദൈവത്തിൻ്റെ വിധി ഇന്നും പ്രസക്തമാണെന്നും അത് നമ്മെ തിരുത്താനാണെന്നും നാം ഓരോരുത്തരും തിരിച്ചറിയണം. ബാബിലോണിൽ നിന്നുള്ള പുറപ്പാട് പോലെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നാം തയ്യാറാകണമെന്ന് വചനം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കഷ്ടതകൾ വരുമ്പോൾ തളരാതെ അത് ദൈവത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയാണെന്ന് കരുതി പ്രത്യാശയോടെ മുന്നേറാൻ നമുക്ക് സാധിക്കണം. സമാധാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ വൈകരുത് എന്ന മുന്നറിയിപ്പ് ഇന്നത്തെ കാലഘട്ടത്തിനും അനുയോജ്യമാണ്. ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾ ഒരിക്കലും മാറാത്തവയാണെന്നും അവിടുന്ന് തൻ്റെ ജനത്തെ കൈവിടില്ല എന്നും നാം പൂർണ്ണമായി വിശ്വസിക്കണം. പ്രിയ സഹോദര സഹോദരി, ലോകാവസാനത്തെയും യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെയും കുറിച്ചുള്ള വലിയൊരു പ്രത്യാശ ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. ബാബിലോണിലെ തടവറയിൽ നിന്ന് മോചിതരായ ജനത്തെ പോലെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നാം പൂർണ്ണമായ വിമോചനം പ്രാപിക്കും. ആ വലിയ മനോഹര ദിവസത്തിനായി ഒരുങ്ങിയിരിക്കാൻ സമാധാനമില്ലാത്ത വഴിയിലൂടെയുള്ള യാത്രകൾ നാം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ കരുണയും കൃപയും ഇപ്പോഴും നമുക്ക് ലഭ്യമാണെന്നും മോചനത്തിൻ്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാണെന്നും ഈ അധ്യായം ഇന്നേ ദിവസം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മെ ആശ്വസിപ്പിക്കുന്നു. പാപങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്ന ദൈവസ്നേഹത്തിൽ അഭയം പ്രാപിച്ച് നമുക്ക് പ്രത്യാശയോടെ ഒരുമിച്ച് കാത്തിരിക്കാം. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ നിത്യമായ സമാധാനത്തിലേക്കും മഹത്വത്തിലേക്കും നയിക്കും എന്നതിൽ സംശയമില്ല. ഈ വചനത്തിലൂടെ ലഭിക്കുന്ന ആത്മീയ ഉണർവ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.